ഇഹാൻ എന്ന 1.5 വയസ്സുകാരൻ കൊല്ലപ്പെട്ടു. സംഭവം നടന്നത് ദൂരെയൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ, നെയ്യാറ്റിൻകര. അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, പിതാവിൻ്റെ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ അന്ന് അവർ പറഞ്ഞതുപോലെ അല്ല. മനഃപൂർവ്വം ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്ന രീതിയിലാണ്. ഇഹാൻ്റെ അമ്മ വീട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടേക്ക് വന്നത്. അമ്മയുടെ വീട്ടിൽ എത്തുമ്പോൾ അവിടെ അമ്മാമ്മയുണ്ട്, അതുപോലെ ഇളയച്ചനുണ്ട്, അമ്മയുണ്ട്. അമ്മയോടും അമ്മാമ്മയോടും നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. തൊട്ട് മുമ്പേ ധാരാളം ചാനലുകാർ വന്നതുകൊണ്ട്, അവരുടെ മുമ്പിൽ കരഞ്ഞും തളർന്നും പറഞ്ഞതുകൊണ്ട് നമ്മോട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം അവർ എന്ന് മനസ്സിലാക്കാം. നമ്മളെ കണ്ടതും അവർ അകത്തേക്ക് പോയി. എന്നാൽ നമ്മോട് ചില കാര്യങ്ങൾ പറയാൻ തയ്യാറായി ഇഹാൻ്റെ ഇളയച്ചൻ വന്നു. ഇളയച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഹാൻ്റെ അമ്മയുടെ സഹോദരിയെ വിവാഹം കഴിച്ചയാൾ. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ത് എന്ന് നമുക്ക് കേൾക്കാം. ഈ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കത്തക്കവണ്ണമുള്ള ഇവൻ്റെ മാനസികമായ ആ ഒരു പക എന്തായിരുന്നു ഈ കുടുംബത്തോട് അല്ലെങ്കിൽ ഭാര്യയോട്? തുടക്കം മുതലേ പറയുകയാണ്, അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടാന്നപോലെ. അതായത് പെണ്ണ് കാണാൻ വന്ന ആ സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. പെണ്ണ് കാണാൻ വന്ന സമയത്ത് അത് കല്യാണം കഴിപ്പിച്ച് വിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനമായി. ആദ്യം 20 ലക്ഷം രൂപ ചോദിച്ചു. 20 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ നമ്മളെ സാമ്പത്തിക സ്ഥിതി മോശമാണ്, കൊടുക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവളുടെ പേരിൽ ഒരു 10 സെൻറ്റ് സ്ഥലം ഇവിടെ തന്നെയുണ്ട്, അത് വിറ്റ് കൊടുക്കാൻ പറഞ്ഞു. അതും നമ്മൾ സമ്മതിച്ചില്ല. പിന്നെ ഇത് ബാങ്കിൽ പണയപ്പെടുത്തി ലോൺ എടുക്കാൻ പറഞ്ഞു, അതും നമ്മൾ സമ്മതിച്ചില്ല. അവസാനം അവൻ്റെ ഈ പറഞ്ഞ ഷിജിൽ എന്ന് പറഞ്ഞ ആളുടെ വീട് വിറ്റിട്ട് അവർ വാടക വീട്ടിലോട്ട് താമസം മാറുകയും ചെയ്തു. ഈ വാടക വീട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കുഞ്ഞ് മരിക്കുന്നത്. ഇപ്പോൾ ഒരു സെക്കൻഡ്, അപ്പോൾ കാഞ്ഞിരംകുളത്ത് ചാണിയ അങ്ങനെ ചീരാണിയോ അങ്ങനെ എന്തോ ഒരു സ്ഥലം, ചാണി ആ സ്ഥലത്തുള്ള വസ്തു വിറ്റിട്ടാണ് ഇവരിപ്പോൾ കാവുവിള വാടകയ്ക്ക് വന്നത് അല്ലേ? അപ്പോൾ അതുവരെ നിലനിന്ന ഇവർ തമ്മിലുള്ളൊരു പ്രശ്നം ഈ സ്ത്രീധനത്തെ ചൊല്ലിയുള്ളതായിരുന്നു, അതൃപ്തിയായിരുന്നു. അപ്പം ഈ കുട്ടി നിങ്ങൾ അറേഞ്ച്ഡ് ആയിട്ട് മാരേജ് കൊടുത്തതാണോ? അറേഞ്ച് മാരേജ്. അത് ശരി, വിവാഹാലോചനകൾ നടന്നു വന്നത്. അപ്പോൾ ഈ 3 കുട്ടികളും നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണോ? അവള് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ. നല്ല വിദ്യാഭ്യാസം, MA അല്ലേ? അവൾക്ക് മാത്രമേ വിദ്യാഭ്യാസം ഉള്ളൂ. എൻ്റെ ഭാര്യയായാലും, അതായത് രണ്ടാമത്തെ ഭാര്യ, അവളെ രണ്ടാമത്തെ അനിയത്തിയായാലും അത്ര വിദ്യാഭ്യാസം ഇല്ല, വിദ്യാഭ്യാസ യോഗ്യതയില്ല. പിന്നെ ഞാനും കൂലിപ്പണിക്കാരനാണ്, ഞാൻ കൂലിപ്പണി ഡ്രൈവറാണ്. അവളുടെ രണ്ടാമത്തെ അനിയത്തി, അവരുടെ ഭർത്താവും ഒരു കൂലിപ്പണിക്കാരനാണ്. പക്ഷേ ഇവനും കൂലിപ്പണിക്കാരനാണ്. ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഇവൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ കൊടുക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണല്ലോ എല്ലാം ചെയ്തത്? എല്ലാം പറഞ്ഞായിരുന്നു. അവിടെ നിന്ന് പെണ്ണ് കാണാൻ പറഞ്ഞ സമയത്ത് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതായിരുന്നു. 1 ലക്ഷം രൂപ ക്യാഷായിട്ട് കൊടുത്തായിരുന്നു. പിന്നെ 8 സെൻറ്റ് സ്ഥലം, 8 അല്ല 10 സെൻറ്റ് സ്ഥലം, അതായത് 7.5 സെൻറ്റ് സ്ഥലം അവളുടെ പേരിലും ബാക്കി 3.5 സെൻറ്റ് സ്ഥലം അവളുടെ അമ്മയുടെ കാലശേഷം എഴുതി വെച്ചതാണ്, അവളുടെ പേരിൽ എഴുതി വെച്ചതാണ്, അതും അവൾക്കുള്ളതാണ്. പിന്നെ ഒരു ബൈക്കും എടുത്തു കൊടുത്തതാണ്. ബൈക്കിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മളാണ് അടച്ചത്. ബാക്കി EMI അവ അടയ്ക്കാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ 10-60,000 രൂപ വില വരുന്ന അലമാര, അങ്ങനെ എല്ലാ ഗൃഹോപകരണങ്ങളും വാങ്ങിച്ചു കൊടുത്തതാണ്. അങ്ങനെ നല്ല രീതിയിൽ കെട്ടിച്ചു വിട്ടതാണ്. എവിടെ വെച്ചായിരുന്നു കല്യാണമൊക്കെ മേപ്പുകട CSI ചർച്ചിൽ വെച്ചായിരുന്നു കല്യാണം. വലിയ കല്യാണം, നല്ലതുപോലെ കെട്ടിച്ചു. നാട്ടുകാരെയും ബന്ധുക്കളൊക്കെ അറിയിച്ചത് തന്നെയാണ്. നല്ലപോലെ നാട്ടുകാരെയും ബന്ധുക്കളെ അറിയിച്ചിട്ടാണ് കെട്ടിച്ചു വിട്ടത്. അപ്പോൾ ഇയാള് മദ്യപാനിയോ മറ്റു ലഹരിയോ? മദ്യപാനിയോ സിഗരറ്റ് വലിയോ ഒന്നും ഇല്ലാത്ത ആളാണ്. ലഹരി, വേറെ ലഹരികളും ഇല്ല? ഒരു ലഹരിയില്ല. പക്ഷേ തുടക്കം ഇവളെ കല്യാണം കഴിച്ചിട്ട് പോയിട്ട് ഒരു ഇവളെ പ്രഗ്നൻ്റ് ആയ സമയത്ത്
ഇവളെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നാക്കിയിട്ട് ഇവിടെ നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസമല്ല, ഇവള് പ്രഗ്നൻ്റായി. കൊച്ചിന് 1 വയസ്സ് വരെ ആവണത് വരെ കൊച്ച് ഇവിടെയാണ് നിന്നത്. അതുവരെ കൊച്ചിന് ഒരു ആരോഗ്യ പ്രശ്നവും ഒരു പനി പോലും ഇതുവരെ വന്നിട്ടില്ല. അതായത് ഇവള് പ്രഗ്നൻ്റ് ആവണ സമയത്ത് ഹോസ്പിറ്റലിൽ പോലും ഈ പിതാവെന്ന് പറഞ്ഞ ഇവൻ ഷിജിൽ എന്ന് പറഞ്ഞ അവൻ വന്നിട്ടില്ല. അതായത് പ്രഗ്നൻ്റായി കുഞ്ഞിനെ ഡെലിവറി എടുക്കുന്ന സമയത്ത് പോലും ഇവൻ ഷിജിൽ വന്നിട്ടില്ല അവിടെ. ഇന്ന് ഈ വാർത്തകളിൽ എഴുതിയിട്ടൊരു കാര്യം, ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഷിജിൽ നിർബന്ധിച്ച് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയത്. അത് സ്വന്തം വീടല്ല, സ്വന്തം വീട് കൊടുത്തായിരുന്നു. നെയ്റ്റിങ്ങലുള്ള ഒരു വാടക വീട്ടിലാണ്, അതും ഒറ്റയ്ക്കാണ് കൊണ്ടുപോയത്. അതും അങ്ങ് ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ഒറ്റപ്പെട്ട സ്ഥലമാണ്. കാരണം എന്ന് വെച്ചാൽ പെൺകുട്ടിക്ക് അറിയാത്തൊരു സ്ഥലത്താണ് കൊണ്ടുപോയത്. നമ്മുടെ ജംഗ്ഷനിലേക്കൊക്കെ വരണമെങ്കിലേ പാട് പറഞ്ഞു, വാഹനങ്ങളില്ല. പെൺകുട്ടിക്ക് അറിയാത്തൊരു സ്ഥലത്താണ് കൊണ്ടുപോയത്. അതായത് ബന്ധുക്കളെ, അതായത് നമ്മളെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോണിൻ്റെ ചാർജറിൻ്റെ ഡേറ്റ കേബിൾ കട്ട് ചെയ്യുകയും ഫോണിൻ്റെ ചാർജർ അഡാപ്റ്റർ, ഫോണിൻ്റെ ഡേറ്റ കേബിൾ കുത്തുന്ന അഡാപ്റ്റർ അത് കുത്തിപ്പൊട്ടിക്കുകയും എല്ലാം ചെയ്തിരുന്നു. മാനസികമായിട്ട് ദ്രോഹിക്കുകയായിരുന്നു. സ്ത്രീധന പീഡനം, മാനസിക പീഡനം എല്ലാമുണ്ട്. ഷിജിൽ മാത്രമല്ല, ഷിജിലിൻ്റെ മാതാവ്, ഷിജിലിൻ്റെ പിതാവ്, ഷിജിലിൻ്റെ സഹോദരി, എല്ലാവരും മാനസികമായിട്ടും സ്ത്രീധനത്തിൻ്റെ പേരിലും എല്ലാവരും പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ്, ഈ കുട്ടിയെ കൂടി വകവരുത്തിയാൻ നോക്കിയിരുന്നോ? ഈ പെൺകുട്ടിയെ കൂടി എവരെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ എന്തെങ്കിലും പറയണുണ്ടോ പെൺകുട്ടി? അത് ചോദിച്ചാൽ പെൺകുട്ടി ഇവിടെ നിന്ന് പോയപ്പോൾ നല്ല ആരോഗ്യമായിട്ടാണ് പോയത്. ഇവിടെ നിന്ന് പോയ സമയം വരെ പോയിട്ട് ഈ കുട്ടി മരിക്കണ ദിവസം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 47 ദിവസമായിട്ടാണ് കുട്ടി മരിച്ച് വിവരം നമ്മളറിയുന്നത്. നല്ല ആരോഗ്യമായിട്ടാണ് കുട്ടിയും അമ്മയും പോയത്. കുട്ടി മരിച്ച് അമ്മയാണെങ്കിൽ അതിൻ്റെ ശരീരം പകുതിയായി. കാരണം എന്ന് വെച്ചാൽ ഊഹിക്കാമല്ലോ. അടിക്കടിക്കൊക്കെ ഉണ്ടായിരുന്നു, പറഞ്ഞു അങ്ങനെ. കാരണം നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അബോധാവസ്ഥ കിടക്കുകയാണോ വീട്ടിൽ? സുഖമില്ലാതെ കിടക്കുകയാണ്. ഇപ്പം നിങ്ങളുമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ സഹോദരങ്ങളുടെ സ്ഥാനത്താണല്ലോ വരിക. ഇത് എങ്ങനെയായിരുന്നു? നമ്മളായിട്ട് കുഴപ്പമില്ലായിരുന്നു. ഫോൺ വിളിച്ചാൽ എടുക്കുമോ? നിങ്ങളൊക്കെ വിളിച്ചാൽ? ഇല്ല, നമ്മൾ വിളിച്ച ഫോൺ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇവൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിട്ട് വിളിക്കുന്നത്, അതായത് ഭാര്യ വീട്ടുകാർ വിളിക്കുന്നത് ഇഷ്ടമല്ല. മെയിനായിട്ട് ഭാര്യ വീട്ടുകാർ വിളിക്കുന്നത് ഇഷ്ടമല്ല ഇവന്. പിന്നെ പല പെൺകുട്ടികളായിട്ട് അഹിതം ഉണ്ടായിരുന്നു. അത് ഇന്നലെയാണ് അറിഞ്ഞത്. ഇന്നലെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് അറിയണത്. പല പെൺകുട്ടികളായിട്ട് അഹിതം ഉണ്ടായിരുന്നു. ചാറ്റ് ചെയ്ത അത് പോലീസ് അങ്ങനെ പിടിച്ച കാര്യം, ഇൻസ്റ്റഗ്രാമിൽ വഴി പിടിച്ച കാര്യം പറയുന്നത്. ഇവനെ സംബന്ധിച്ച് ഇവന് ഇപ്പോൾ വന്ന വാർത്തകളിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇവൻ മടിയിലിരുത്തി വയറ്റിൽ മുട്ടുകൊണ്ട് ഇടിച്ചാണ് ഈ കൊച്ചിനെ ഇങ്ങനെ ദ്രോഹിച്ചത്. ആന്തരിക അവയവത്തിൽ ക്ഷതം വന്നതും രക്തസ്രാവം വന്നതും അങ്ങനെയാണ്. ഒപ്പം ഇവൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച മുമ്പെന്തോ കയ്യെ എങ്ങനെയോ ഇവൻ ഒരു ഫ്രാക്ചർ വരുത്തിയായിരുന്നു കുഞ്ഞിൻ്റെ. പക്ഷെ അത് ഈ അമ്മയും അറിഞ്ഞില്ലേ ആ ഫ്രാക്ചർ ഇങ്ങനെ കുഞ്ഞിൻ്റെ? ഞാൻ ഇതുപോലെ കൊച്ചിൻ്റെ മരണശേഷം ഇതുപോലെ മോർച്ചറിയിൽ പോയായിരുന്നു. മോർച്ചറിയിൽ പോയ സമയത്ത് ഞാൻ മാത്രമാണ് പോയത്. മോർച്ചറിയിൽ ഇവിടെ ബന്ധു വീട്ടിൽ നിന്ന് ഞാൻ മാത്രമാണ് പോയത്. മോർച്ചറിയിൽ പോയ സമയത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ ഫ്രാക്ചർ കണ്ടായിരുന്നു. കണ്ടപ്പം ഞാൻ ഇതുപോലെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. അന്വേഷിച്ച് പറഞ്ഞാൽ കുഞ്ഞ് തറയിൽ വീണതാണ്, അങ്ങനെ ഫ്രാക്ചർ ആയതെന്നാണ് ഭർത്താവിൻ്റെ വീട്ടുകാർ, അതായത് പുള്ളിയുടെ
എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് എൻ്റെ വീട്ടുകാർ പറഞ്ഞത്. അങ്ങനെ അവിടുത്തെ ആശുപത്രിയെ കാണിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് സത്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇവന് പിന്നെ ഒരു ചാറ്റുണ്ട്, അവിഹിതമുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവന് ഈ കുഞ്ഞിനെ ഇതുപോലെ ദ്രോഹിച്ച് അതിനെ ജീവിക്കാൻ അനുവദിക്കാതെ ആക്കിയിട്ടല്ലാതെ അവന് പൊയ്ക്കൂടെ? ആ സ്വാതന്ത്ര്യം അവനെന്നുള്ളതല്ലേ? ഇവ എന്തിനത് ചെയ്തു? നമുക്ക് വേണ്ടപ്പെട്ട ജീവനെ അവൻ നഷ്ടപ്പെടുത്തി. അവന് അവിഹിതമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പോലീസ് ഫോൺ ചെക്ക് ചെയ്തപ്പോൾ 2 പേരുടെ ഇൻസ്റ്റയിൽ പേര്, 2 പേരുടെ ഇൻസ്റ്റയിൽ പേര് വന്നു. ഒന്ന് നെയ്യാറ്റിൻകരയുള്ള ഒരു വിവാഹിത സ്ത്രീയുടെ പേരിലും, എനിക്ക് പേരറിയത്തില്ല, അവരുടെ പേരിലും, പിന്നെ വിവാഹം കഴിയാത്തൊരു പെൺകുട്ടി, 2 പേരുടെ ചാറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വികലമായ പ്രവർത്തനങ്ങളായിരുന്നു മൊത്തം. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനോട് അവന് പൂർണ്ണമായി സ്നേഹം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ കുഞ്ഞിനെ അവന് വെറുപ്പോടെ കാണേണ്ടി വന്നു, ഒപ്പം ആ പെൺകുട്ടിയെ. കാരണം ഇവരൊക്കെ പറയുന്നതനുസരിച്ച് അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവശവമാക്കി, അടിച്ചും ഇടിച്ചും ആഹാരം കൊടുക്കാതെയും. അവിടെ നമ്മൾ പോകുമ്പോൾ മനസ്സിലാവും, അവിടെ ആ 3 പേര് തങ്ങളിൽ നല്ല കണക്ഷനുണ്ട്, അച്ഛനും അമ്മയും ഇവനുമായിട്ട്. ഇവൻ ഒറ്റയ്ക്കായിരിക്കില്ല സ്വാഭാവികമായിട്ട് ഇതെല്ലാം കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. അത് പറയാൻ കാരണം അച്ഛനും അമ്മയും സഹോദരി മാത്രമല്ല, അവിടെ അവൻ്റെ ഒരു പാസ്റ്ററുണ്ട്, അവൻ പള്ളിയിൽ പോണ ഒരു പാസ്റ്ററുണ്ട്, പുള്ളിയും ഇതിൻ്റെ ഉത്തരവാദിയാണ്. അപ്പോൾ ഈ പാസ്റ്ററുടെ അവൻ്റെ ഡ്യൂട്ടി എന്താണ്? കുടുംബങ്ങളെ ഒന്നാക്കാനും അല്ല, ബന്ധങ്ങളെ നിലനിർത്താനും അല്ലേ പാസ്റ്റർ? അല്ല, നമ്മൾ അതായത് ഈ മുസ്ലിം പള്ളിയിൽ പോയി കഴിഞ്ഞാലും, ഹിന്ദു ദേവാലയത്തിൽ പോയി കഴിഞ്ഞാലും, ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസമുണ്ട്. അതായത് ഞാൻ ഇപ്പം ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ആദ്യം CSC ആയിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ പെന്തക്കോസ്ത് വിശ്വാസി ആവുന്നത്. എനിക്കത് പൂർണ്ണമായിട്ട് ഇതുവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും എൻ്റെ വൈഫിൻ്റെ നിർബന്ധപ്രകാരം ഞാൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് പോവുകയാണ്. എന്നാലും എനിക്കങ്ങനെ വിദ്വേഷം വന്നിട്ടില്ല. പക്ഷേ ഈ പാസ്റ്റർ, അതായത് ഈ ഷിജിൽ എന്ന് പറഞ്ഞ അവൻ്റെ പാസ്റ്റർ ഒരു കുടുംബം തുലയ്ക്കാൻ അവൻ കാരണമായി. നിങ്ങൾക്ക് എന്താ പേര് പറഞ്ഞൂടെ? അതായത് ഷിജിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പാസ്റ്റർ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിയാണ്. അയാളുടെ പേരറിയോ? ഏത് പള്ളിയുടെ പാസ്റ്ററാണ്? കാവുളയാണോ? പുള്ളിയുടെ പേര് വന്നിട്ട് യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് കാവുളയാണോ കാഞ്ഞിരംകുളത്താണോ? കാഞ്ഞിരംകുളത്താണ്. പേര് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളത് മൊഴി കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞു? അല്ല, പേരറിയാം, മറന്നുപോയതാണ്. മൊഴി കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞോ പോലീസ് ഈ വിവരങ്ങളല്ല? മൊഴി പറഞ്ഞതാണ്. അപ്പോൾ ഈ സഹോദരിക്കും ഇതിൽ അവൻ്റെ ഒരു സഹോദരി, ആ സഹോദരി ഇവിടെ ഉണ്ടോ? ഏതാണ്? ഭർത്ത ഷിജിലിൻ്റെ സഹോദരി ഈ വീട്ടിലുണ്ടോ? വാടക വീട്ടിൽ? ഇല്ല, വാടക വീട്ടിൽ ഷിജിലും അമ്മയും അച്ഛനും മാത്രം. പക്ഷെ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ, ഈ ഭാര്യയെ ഉപദ്രവിക്കാൻ ഉള്ള പ്രേരണാ കുറ്റത്തിലേക്ക് ഈ കുടുംബം ഒന്നാകെ വരുന്നത് പോലെയാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. കാരണം നിങ്ങളുടെ ഡൗട്ടാണല്ലോ ഇപ്പോൾ കേസ് തെളിയിക്കാൻ കാരണം. ഈ പെൺവീട്ടുകാരുടെ ഡൗട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ബിസ്ക്കറ്റ് കഴിച്ചു, മുന്തിരിയോ ബിസ്ക്കറ്റോ എന്തോ കഴിച്ചു, കുഞ്ഞൊന്നുമല്ല മരണകാരണം. അങ്ങനെയാണല്ലോ ഹോസ്പിറ്റലിൽ പറഞ്ഞ് തിരികെ കൊണ്ടുവരാൻ നോക്കിയത്. പോസ്റ്റ്മോർട്ടത്തിലേക്ക് പിന്നെ പോകാനും ഇതൊരു വലിയ ഇഷ്യൂ ആകാനും നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾ അറിയാനും ഇടയാതെ നിങ്ങളുടെ സംശയമാണ്. പ്രത്യേകിച്ച് ആ പെൺകുട്ടി പറഞ്ഞ ആദ്യത്തെ സംശയം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതും എല്ലാം ഇവരെ എല്ലാ അടിസ്ഥാനത്തിൽ കുഞ്ഞിൻ്റെ അടിവയറ്റിൽ അടി കിട്ടിയിട്ടുണ്ടെന്നും അത് കാരണം വഴി ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാവുകയും അതുവഴിയാണ് മരണം നടന്നതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എല്ലാം വ്യക്തമാണ്. ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, കഴുത്തിൽ മുറിവുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ. 6ഓളം ക്ഷതങ്ങളാണ് കുഞ്ഞിൻ്റെ ബോഡിയിൽ പോസ്റ്റ്മോർട്ടം നമ്മൾ അറിവായിട്ടുള്ളത്. ഇങ്ങനെ കഴുത്തിൽ മുറിവുണ്ടായിരുന്നു. കഴുത്തിൻ്റെ ചെവിയുടെ താഴെയും കവിളിൻ്റെ താഴെയും ഉണ്ടായിരുന്നു. അതും പഴക്കമുള്ളതായിരുന്നു. പിന്നെ ശരീരത്തിൽ അങ്ങേങ്ങാട്ട് മുറിവുണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞ 3-4 ആഴ്ചകൾ